ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെടികൾക്ക് പറ്റിയ നല്ലൊരു വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ വളം സെറ്റ് ചെയ്തെടുക്കാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇന്ന് മണി പ്ലാന്റിൽ ഇട്ട് കൊടുത്ത ടാബ്ലറ്റ് അയൺ ടാബ്ലറ്റ് ആണ്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അയൺ ടാബ്ലറ്റ് അല്ല എന്ന്. അയൺ ടാബ്ലറ്റ് ആണ്, അതിട്ടത് കൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. അതെനിക്ക് പ്രഗ്നൻസി ടൈമിൽ ആശാ വർക്കർ എനിക്ക് കൊണ്ട് ഏൽപ്പിച്ചതാണ്. അത് സെയിൽസിനുള്ളതല്ല, അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതല്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് മെഡിസിൻസ് സാധാ ഡോക്ടേഴ്സ് എഴുതി തരുന്നതാണ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതും ഇത് നമ്മൾ പ്രൈവറ്റിൽ നിന്ന് അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുമാണ്. അത് അയൺ ടാബ്ലറ്റ് ആ കളർ വ്യത്യാസം കണ്ടിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നു കമൻറ്റ് വന്നത്. അപ്പോൾ അവർ കഴിച്ചിട്ടില്ലായിരിക്കാം, അയൺ ടാബ്ലറ്റ് കണ്ടിട്ടില്ലായിരിക്കാം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇത് നമുക്ക് അല്ലാതെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതുമാണ്. ഞാൻ അതിന് റിപ്ലൈ ചെയ്യാതിരുന്നത്, ഞാനൊരു വീഡിയോയിൽ അത് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് റിപ്ലൈ ചെയ്യാത്തത്. ആ ഒരു തെറ്റിദ്ധാരണ മറ്റുള്ളവരിലേക്ക് പടരണ്ടെന്ന് കരുതി. അപ്പം അതാണ്ട് കണ്ടില്ലേ, ഞാൻ അന്നൊരു കട്ടിങ്സ് വെച്ചതാണ്. ഇതിൻ്റെ ഗ്രോത്ത്, ആ വേരിൻ്റെ ഗ്രോത്ത് നിങ്ങൾ കണ്ടു, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ടാബ്ലറ്റ്, ഞാൻ അയൺ ടാബ്ലറ്റിന് എടുത്ത് പറഞ്ഞത് ആ ടാബ്ലറ്റ് എനിക്ക് വേസ്റ്റ് ആയിട്ടിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അയൺ, ഫോളിക്, അങ്ങനെ മിക്ക ടാബ്ലറ്റ്സും നമുക്ക് ഇങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പൊടിച്ച് മണ്ണിലൊക്കെ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഇതുകൊണ്ട് ഇതൊരു പുതിനയുടെ കമ്പ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എനിക്ക് പുതിന വെച്ചാൽ വളരെയില്ല, എന്നാലൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അറിയില്ല. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോവാം. ഈ ഇരിക്കുന്ന സാധനം മുട്ടയുടെ തോട്, എഗ്ഷെൽസാണ്. അപ്പം ഇത് ഞാൻ കുറേ നാളായിട്ട് കൂട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ 1-2 വെച്ച് കൂട്ടിയതല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പം കുറേ പേർക്ക് മുട്ട പൊരിക്കേ അല്ലെങ്കിൽ കുറേ മുട്ട, ഞാൻ ഇതെല്ലാം പച്ച മുട്ടയുടെ തോടാണ്, അവിച്ച മുട്ടയുടെ തോടല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എനിക്ക് കളയാൻ തോന്നില്ല. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ഉണക്കി വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഉണക്കാതെ കഴുകാതെയൊക്കെ വെച്ചിരുന്നാൽ അതിൽ ചിലപ്പം പുഴുക്കളോ വല്ലതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ പോകത്തക്ക രീതിയിൽ ഉണക്കിയിട്ട് മാത്രമേ കവറിനകത്തിട്ട് സൂക്ഷിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ കുറേ നാൾ സൂക്ഷിച്ച സാധനമുണ്ട്. അപ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം. അപ്പോൾ പൊടിച്ച് വെച്ചാലുള്ള ഗുണം, നമുക്ക് അത്യാവശ്യം നമുക്ക് ചെടികളുടെ അടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇടുന്നതിനേക്കാളും പൊടിച്ചിടുന്നതാണ് ചെടികളിലെ വേരുകൾക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ എളുപ്പം. കാരണം നമുക്കറിയാം, മുട്ടത്തോട് ഇങ്ങനെ വലിയ കഷ്ണങ്ങളൊക്കെ ഇട്ടാൽ അങ്ങനെ തന്നെ കിടക്കും മണ്ണിൽ. നമ്മൾ എവിടെ നോക്കിയാലും അറിയാം, അത് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഫസ്റ്റ് ഇതിനെ കുറച്ച് മുട്ട എടുത്തിട്ടിട്ട് പൊടിച്ച് എടുത്തതാണ്. അതിപ്പോൾ തുറന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും ചെറിയൊരു പുക, പക്ഷേ ഇത് ചെറിയൊരു പുകയുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് പൊടിച്ചപ്പോൾ പുകയൊക്കെ വന്നിട്ട് പിന്നെ ആദ്യം പേടിച്ചു ഇത് എന്തായിരുന്നു. അത് ആ എഗ്ഷെൽസ് പൊടിയണേൻ്റെ ആ ഒരു എഫക്റ്റാണ്. ഇപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ല, സെക്കൻഡ് ടൈം ഞാൻ പൊടിച്ചപ്പോൾ നന്നായിട്ടുണ്ട്, പുക വരണുണ്ടല്ലേ. എന്തോ വലിയ മറ്റേ ആവി അങ്ങ് പറക്കുകയാണ്. പക്ഷേ അത് പേടിക്കാനൊന്നുമില്ല, വേറെ ഒന്നുമില്ല. അത് ജസ്റ്റ് അത് നമ്മൾ പൊടിക്കുമ്പോൾ വരണതാണ്. എന്നിട്ട് നമുക്കൊരു ഡെപ്പിയിലെല്ലാം ഇട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം. അതായത് ചെടിയിലൊന്നും ഇടണം, അത് കാണിക്കാനില്ല. ഓൾറെഡി നമ്മൾ അതൊക്കെ ഇട്ട് നമുക്കറിയാമല്ലോ, നമുക്കത് എങ്ങനെയാണ് 3 സ്പൂണൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇളക്കിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. അല്ലാതെ ഞാൻ ചെടിയിൽ ഇടണ സമയത്ത് ഞാൻ ഇട്ട് കാണിക്കണം. ഇപ്പോൾ ഓൾറെഡി ഞാൻ അതിൽ വളം കൊടുത്തിട്ടുണ്ട്, ചാണകപ്പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ഇടണത് കാണിക്കില്ല. പക്ഷേ ഞാൻ ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്കതൊരു ഷോർട്സ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.